നമസ്കാരം. എല്ലാവർക്കും നമ്മളുടെ സ്വന്തം ഗാർഡനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമുക്ക് ഓർക്കിഡ് എങ്ങനെ ഈസിയായി പോട്ട് ചെയ്യാമെന്ന് നോക്കിയാലോ. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു PVC പൈപ്പ് എടുക്കുക. അത് നിങ്ങളുടെ ആവശ്യമനുസരിച്ച് ഒരു 2.5-3 മീറ്റർ ഹൈറ്റിലെടുക്കുക. ഒരു 1.5-2 ഇഞ്ച് സൈസിൽ PVC പൈപ്പ് എടുക്കുക. അതിനുശേഷം നമ്മളുടെ ഗാർഡൻ നെറ്റ് ഉണ്ടല്ലോ, ആ ഗാർഡൻ നെറ്റ് വാങ്ങിക്കുക. നല്ല രീതിയിൽ ഇതിലേക്കങ്ങ് പൊതിഞ്ഞു കൊടുക്കുക. ഒരു മിനിറ്റ്. ഒരു കൈ കൊണ്ട് ഫോൺ പിടിച്ച് ഒരു കൈ കൊണ്ട് ഇത് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ വരുന്നത്. ഇത് കണ്ടോ, ഇതുപോലെ നന്നായിട്ട് ഇതിലേക്ക് ചുറ്റി കൊടുക്കുക. ടൈറ്റ് ചെയ്ത് ചുറ്റിയെടുക്കണം. ചുറ്റിയെടുത്തിട്ട് നമ്മളുടെ കെട്ടുകമ്പി ഉണ്ടല്ലോ, കെട്ടുകമ്പി അല്ലെങ്കിൽ കെട്ടുകമ്പി നമ്മുടെ ഹാർഡ്വെയർ ഷോപ്പിൽ പറഞ്ഞാൽ ടൈ കിട്ടും. ആ ടൈയും വാങ്ങി രണ്ടും ചേർന്ന് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ഇതുപോലെ സെറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മളുടെ ഒരു ചട്ടി എടുത്ത് അതിലേക്ക് സിമെൻറ്റും മണ്ണിനോട് മിക്സ് ചെയ്തിട്ട് ചട്ടിക്കകത്തേക്ക് നമ്മളുടെ ഈ പൈപ്പ് ഉറപ്പിച്ച് വെക്കുക. അങ്ങനെ ഒരു ദിവസം അതങ്ങനെ വെച്ച് വെക്കുക, മാറ്റി വെക്കുക. അതിനുശേഷം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ല രീതിയിലായി സെറ്റായി കഴിയുമ്പോൾ വെള്ളം അതിൽ പിന്നീടും ഇങ്ങനെ കിടന്നാൽ നമുക്ക് പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ. ഇതുപോലെ വെച്ചിട്ട് ഇതിലേക്ക് നമ്മളുടെ ഓർക്കിഡ് ഇതുപോലെ കെട്ടി വെച്ച് കൊടുക്കാം. ഈ ഓർക്കിഡ് കെട്ടി വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കണ്ടമാനം ടൈറ്റ് ആകരുത്, ഒത്തിരി ലൂസും ആകരുത്. നമ്മൾ ഓർക്കിഡ് വാങ്ങുമ്പോൾ നമുക്കത് ഇതുപോലത്തെ ഒരു കപ്പിലായിരിക്കും ചിലപ്പോൾ കിട്ടുന്നത്. ഇതുപോലൊരു പോട്ടിൽ ഈ പോട്ടങ്ങ് അഴിച്ചെടുക്കുക. കണ്ടോ, ഈ രീതി കിട്ടും. ഈ തൊണ്ട് കളയണമെന്നില്ല. ഇതിലേക്ക് നല്ല രീതിയിൽ നമ്മൾ ചകിരി ചുറ്റുക. ഇങ്ങനെ ചകിരി ചുറ്റിയിട്ട് ഇതിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് കെട്ടിയാൻ കൊടുത്താൽ മതി. ഒത്തിരി ടൈറ്റ് ആകരുത് കേട്ടോ. ഒത്തിരി ടൈറ്റ് ആയി കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓർക്കിഡ് ചെടി മോശമായി പോകും. അതുകൊണ്ട് ടൈറ്റ് ആകുക, ലൂസും ആകരുത്, അതിൽ നിൽക്കണം. അങ്ങനെ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ചകിരി പൊതിയുന്ന കാര്യം ആരും മറന്നു പോകരുത്. എന്താണെന്ന് വെച്ചാൽ ചകിരി പൊതിഞ്ഞില്ലെങ്കിൽ അതിൻ്റെ വേര് ചൂടടിച്ച് പെട്ടെന്ന് ഉണങ്ങിപ്പോകും. പക്ഷേ നമ്മൾ ഇതിൽ വെച്ചിട്ട് വേര് ഇതുപോലെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് കണ്ടോ, വേര് ഇതിലേക്ക് ഇങ്ങനെ ഇറങ്ങി വന്നാൽ വെയിലടിച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ വെക്കുന്ന സമയത്ത് വെയിലടിച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല. ആ വേര് അതിൽ പിടിച്ചിട്ടാണ് ഇറങ്ങി വരുന്നത്. അതിന് യാതൊരു പ്രശ്നങ്ങളുമില്ല. പിന്നെ നമുക്കിത് ചെയ്ത് കൊണ്ടോ, ഞാൻ വേറൊരു പൈപ്പിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതെന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മുടെ കയറില്ലേ, കെട്ട്, ഈ ഇതുപോലത്തെ കയറ്, ഈ പിടിക്കയറ്, കയറെന്നൊക്കെ പറയും. ഇത് നന്നായിട്ട് ചുറ്റുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഇതേപോലെ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നീട് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചകിരി ഉള്ളവരാണെങ്കിൽ ഇതിലേക്ക് ചകിരി പൊതിഞ്ഞ് കൊടുക്കുന്നതിൻ്റെ പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ. ഞാനിവിടെ ഒരു മെത്ത ഉണ്ടായിരുന്നു. ആ മെത്ത കളഞ്ഞപ്പോൾ അതിൻ്റെ ചകിരി എടുത്തിട്ട് ഈ കയറ് ചുറ്റി അതിലേക്ക് മെത്തയുടെ ചകിരി എടുത്ത് അതും കെട്ടി വെച്ചതിന് ശേഷമാണ് ഓർക്കിഡ് വെച്ചിരിക്കുന്നത്. നമുക്ക് നല്ല രീതിയിൽ പിടിച്ച് നിൽക്കുന്നുണ്ടല്ലേ. പിന്നെ ഇതിനകത്തൊരു നമുക്ക് നല്ലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറയുകയാണെങ്കിൽ, നമുക്ക് ഈ ഓർക്കിഡ് ഫ്ലവർ ആയിക്കഴിഞ്ഞാൽ വെള്ളം വീണ് പെട്ടെന്ന് ഫ്ലവർ കേടായിപ്പോവും. നമുക്ക് 3 മാസം നിൽക്കേണ്ട ഓർക്കിഡ് ഫ്ലവർ 1 മാസം കൊണ്ടൊക്കെ പോകും. 1 മാസമല്ല, ഒരാഴ്ച കൊണ്ടൊക്കെ പോകും. അപ്പോൾ നമുക്ക് നല്ല മഴ സമയമാകുമ്പോൾ നമുക്ക് ഇതിനകത്ത് മുട്ടൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് ഷെയ്ഡിലേക്ക് വെക്കാം, മഴ നനയാതെ. അതാണ് എൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. പിന്നെ ആവശ്യമുള്ള സ്ഥലത്ത് നമുക്ക് മാറ്റി മാറ്റി വെച്ച് നോക്കാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഓർക്കിഡ് എപ്പോഴും സ്ഥലം മാറ്റരുത്. അങ്ങനെ സ്ഥലം മാറ്റി എന്താണെന്ന് വെച്ചാൽ പൂ ഉണ്ടാകാൻ താമസിക്കും. ഒരു സ്ഥലത്ത് വെച്ച് അവിടമായിട്ട് അതൊന്നൊരു ശരിയായ രീതിയിലായി കഴിയുമ്പോൾ അതിൽ ഫ്ലവർ വന്നോളും. ഇച്ചിരി വെയിൽ കൊണ്ടെന്ന് പറഞ്ഞാൽ ഡെൻഡ്രോബിയം ഓർക്കിഡിന് ഒരു പ്രോബ്ലം ഉണ്ടാവില്ല കേട്ടോ. അത് ഓർത്ത് ആരും പേടിക്കേണ്ട. നമ്മൾ നന്നായിട്ട് നനച്ച് കൊടുക്കുക. ആഴ്ചയിൽ വെള്ളം കൊടുത്ത് അത്രയും ചെയ്താൽ മതി. നല്ല ഈസി ആയിട്ട് നമുക്ക് ഓർക്കിഡ് വലിയ കാശ് ചിലവില്ലാതെ വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ. ഞാൻ ചെയ്തൊരു ഓർക്കിഡ് ടവർ. പിന്നെ ഇതിനകത്ത് ഈ വെള്ളം നിന്നുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ, മഴ സമയത്ത് ഒച്ചിൻ്റെ ശല്യം ഉണ്ടാകും. നമ്മൾ അതിനകത്തേക്ക് ഇച്ചിരി ഉപ്പുപൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒച്ച് വന്നാലും ആ വെള്ളത്തിലേക്ക് വന്ന് വീഴും, അവിടെ കിടന്ന് ചത്തു പൊക്കോളും. നമ്മുടെ ഓർക്കിഡിലേക്ക് ഒരു ശല്യവും ഉണ്ടാവില്ല. ഇതുപോലെ ഉണ്ടോ, ടൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഈസിയാണ്, വലിയ പാടൊന്നുമില്ല. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും എല്ലാം തന്ന് പ്രോത്സാഹിപ്പിക്കണമെന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു. അപ്പോൾ ഒരിക്കൽ കൂടെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കൂടെ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.